നമസ്കാരം, ഞാൻ അമൃത സുനി. അമൃത ഡിജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതലക്ഷ്യം തേടിയുള്ള 25ാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ചിലർ കയ്യിലുള്ള പണം തീരുന്നത് വരെ അത് പാഴാക്കും, മറ്റു ചിലർ സമയത്തെ അതുപോലെ പാഴാക്കും. ജർമ്മൻ എഴുത്തുകാരൻ. വെളിപാടിന്റെ ദേവാലയത്തിൽ നിന്നും ഇറങ്ങി നിങ്ങൾ മൈതാനങ്ങളും താഴ്വാരങ്ങളും കാടുകളും താണ്ടി അറിയാത്ത പക്ഷികളുടെ പാട്ട് കേട്ട് സൈക്കിൾ ചവിട്ടി യാത്ര തുടരുന്നു. പരിസരത്തെങ്ങും ആരുമില്ല. മനുഷ്യൻ ഉപേക്ഷിച്ചു പോയ ഒരു രാജ്യത്താണെന്ന് തോന്നുന്നു. അവിടെ മേഘങ്ങളും പാറകളും ഒറ്റപ്പെട്ട മരങ്ങളും ധ്യാനിക്കുന്നു. പച്ച പുതിച്ച വലിയൊരു മൈതാനം കടന്നപ്പോൾ ദൂരെ ഒരു ഗ്രാമം കണ്ടു. ആ പ്രകൃതി ദൃശ്യത്തിന്റെ ഇടയിലൂടെ ഓറഞ്ച് നിറത്തിലുള്ള മേൽക്കൂരകൾ തെളിഞ്ഞു നിന്നു. എല്ലാം ചെറിയ വീടുകളാണ്. എന്നാൽ കുറച്ചു മാറി ഒരു മാളിക നിന്നിരുന്നു. അതിന്റെ നടുക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരം കണ്ടാൽ അതൊരു കോട്ടയാണെന്ന് തോന്നും. ചുറ്റും ഒരു ഉദ്യാനമുണ്ട്. ഇതെല്ലാം സംരക്ഷിക്കുന്ന ഒരു വലിയ മതിലുമുണ്ട്. നിങ്ങൾക്ക് കൗതുകം തോന്നും. ദീർഘദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഒന്ന് വിശ്രമിക്കാമെന്ന ചിന്തയോടെ നിങ്ങൾ മാളികയുടെ അടുത്തേക്ക് പോകുന്നു. വലിയ മാളികയാണല്ലോ, ഒരു മുറി തരമാവാതിരിക്കില്ല. ബെല്ലടിച്ചതോടെ ഉദ്യാനത്തിന്റെ വാതിൽ തനിയെ തുറക്കുന്നു. അതൊരു നല്ല ലക്ഷണമായി നിങ്ങൾക്ക് തോന്നുന്നു. ഉദ്യാനം കഴിഞ്ഞ് പ്രധാന വാതിലിന്റെ അടുത്തേക്ക് നടന്നു. അപ്പുറത്ത് ധാരാളം ആഡംബര വാഹനങ്ങൾ സൂര്യ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്നു. കറുത്ത കോട്ട് ധരിച്ച ഒരാൾ ചിരിച്ചുകൊണ്ടിറങ്ങി വന്നു. എന്റെ മാളികയിലേക്ക് സ്വാഗതം യാത്രക്കാരാ, അകത്തേക്ക് വരാം. വലിയൊരു സ്വീകരണ മുറിയിലേക്കാണ് അയാൾ നിങ്ങളെ കൊണ്ടുപോയത്. കാലടികളുടെ ശബ്ദം വെണ്ണക്കൽ ഭിത്തിയിൽ വീണ് പ്രതിധ്വനിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഉദ്യാനത്തിലേക്ക് തുറന്നിട്ട ഒരു ജനലിനകത്തേക്ക് ഒരു സോഫയിൽ നിങ്ങൾ ഇരിക്കുന്നു. ഐസ് ടീ കുടിക്കാൻ തന്നിട്ട് അയാൾ ചോദിക്കുന്നു, എന്താണ് ഈ വഴി? ഞാൻ എന്റെ ജീവിതലക്ഷ്യം തേടി ഇറങ്ങിയതാണ്, അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. വിഷാദം നിറഞ്ഞ ചിരിയോടെ അയാൾ പറഞ്ഞു. ജീവിതാനുഭവങ്ങളുടെ വരകൾ ചുളിവുകളായ അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിയുന്നത് നിങ്ങൾ കാണുന്നു. ലക്ഷ്യം തിരിയുന്നതിനേക്കാൾ അത് ഉണ്ടാക്കുന്നതല്ലേ നല്ലത്? ഉണ്ടാക്കുകയോ? അതെങ്ങനെ? നിങ്ങൾ ചോദിക്കും. എന്തോ ഓർത്തതുപോലെ അയാളുടെ മുഖം മങ്ങുന്നു. ജീവിതലക്ഷ്യം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഞാനും ശ്രമിച്ചിരുന്നു, പക്ഷേ പരാജയപ്പെട്ടു. ആകെ കിട്ടിയത് ഒരു നാണയമാണ്. ഏത് നാണയം? നിങ്ങളുടെ കപ്പിൽ കുറച്ചും കൂടെ ചായ ഒഴിച്ചിട്ട് അദ്ദേഹം എണീച്ചു പോകുന്നു. തിരിച്ചു വന്നപ്പോൾ കയ്യിലൊരു പെട്ടിയുണ്ടായിരുന്നു. അതിൽ നിന്നും നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഒരു സ്വർണ്ണ നാണയം പുറത്തെടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് വരുമാനം നൽകുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയാം. തൻ്റെ നരച്ച താടി തലോടിക്കൊണ്ട് അദ്ദേഹം കഥ തുടങ്ങുന്നു. 14ാം വയസ്സിൽ ഓഹരി വിപണിയെക്കുറിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങി. അതിൽ പണം മുടക്കുവാനായിരുന്നു എൻ്റെ ആഗ്രഹം. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങി ഓഹരികൾ വാങ്ങുവാനും വിൽക്കുവാനും തുടങ്ങി. 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമായി. അതുകൊണ്ട് മറ്റൊരു ജോലി അന്വേഷിക്കേണ്ട എന്ന് നിശ്ചയിച്ചു. വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്താൽ മതി, പുറത്തു പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നുകൊണ്ടിരുന്നു. ഞാൻ ധാരാളം വീടുകളും വണ്ടികളും വാങ്ങി. മുൻപുള്ളതിനേക്കാൾ വലുത്, പിന്നെ അതിനേക്കാൾ വലുത്. മനസ്സിൽ സ്വപ്നം കണ്ടതിനേക്കാൾ പണം ഞാൻ സമ്പാദിച്ചു. പിന്നെ എന്തിനാണ് വ്യസനിക്കുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? നിങ്ങൾ ചോദിച്ചു. ഞാൻ കല്യാണം കഴിച്ചു. പലതവണ വിവാഹ മോചനം നേടി. എന്നിട്ടും ആഗ്രഹിച്ച സ്നേഹം കിട്ടിയില്ല. ഞാൻ പിന്നെയും പണം ഉണ്ടാക്കി. പക്ഷേ വർഷങ്ങൾ കടന്നപ്പോൾ ഞാൻ സന്തുഷ്ടനല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ വലിയ മാളികയിൽ താമസിക്കുന്നു. ബാങ്കിൽ ധാരാളം പണമുണ്ട്, പക്ഷേ അത് പങ്കുവയ്ക്കാൻ കൂടെ ആരുമില്ല. ഒരു നെടുവീർപ്പൂടെ അയാൾ തുടർന്നു. ഞാൻ ചെയ്ത തെറ്റ് നിങ്ങളും ചെയ്യരുത്. പണം തരുന്ന ഈ നാണയം പ്രധാനമാണ്, പക്ഷേ അതിൻ്റെ ഒപ്പം മറ്റു 3 എണ്ണവും വേണം. അയാളുടെ പരിചാരകൻ നിങ്ങൾക്ക് സ്വാദുള്ള ഭക്ഷണം വിളമ്പുന്നു. അപ്പോഴെല്ലാം ധനികൻ അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും പശ്ചാത്താപങ്ങളും വിവരിക്കുന്നു. കുറച്ചു കാലം പിറകോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ താൻ പല കാര്യങ്ങളും തിരുത്തുമായിരുന്നു എന്നയാൾ പറഞ്ഞു. കുളി കഴിഞ്ഞ് മാളികയിലെ ഒരു മുറിയിൽ നിങ്ങൾ വിശ്രമിക്കുന്നു. അടുത്ത ദിവസം യാത്ര തുടരാനായി നിങ്ങൾ തയ്യാറെടുക്കുന്നു. ധനികൻ തന്റെ കയ്യിലുള്ള നാണയമായി വരുന്നു. ഈ പണം തരുന്ന നാണയം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ വലിയ സ്വർണ്ണ നാണയം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് തിളങ്ങി. നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിന്നും വരുമാനം ലഭിക്കാൻ ഇത് സഹായിക്കും. പക്ഷേ മറ്റു 3 നാണയങ്ങൾ ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുകയുള്ളൂ. നിങ്ങൾ നന്ദി പറഞ്ഞ് സ്വർണ്ണ നാണയത്തെ മറ്റു 2 നാണയങ്ങളോടൊപ്പം ആ സഞ്ചിയിലിടുന്നു. എന്തോ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ കഴിവെന്ന നാണയവും നിങ്ങൾക്ക് വരുമാനം നൽകുന്നത് എന്ന നാണയവും കൂട്ടിമുട്ടി പുതിയൊരു വാക്കുണ്ടാകുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അഭിനിവേശം, നിങ്ങളുടെ കഴിവ്, ഉദ്യോഗം, നിങ്ങൾക്ക് വരുമാനം നൽകുന്നത്. നിങ്ങളുടെ അഭിനിവേശത്തിൽ നിന്നും വരുമാനം നൽകുന്ന ജോലി ചെയ്യുക. സ്കേറ്റ് ബോർഡിംഗ് ചെയ്യുന്ന ടോണി ഹോക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അയാളുടെ കഥ വളരെ രസകരമാണ്. വളരെയധികം ഉത്സാഹമുള്ളൊരു കുട്ടിയായിരുന്നു ടോണി. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എപ്പോഴും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമായിരുന്നു. അധ്യാപകർ മാതാപിതാക്കളോട് പരാതിപ്പെട്ടു. അങ്ങനെ അവൻ മനഃശാസ്ത്രജ്ഞന്റെ അടുത്തെത്തി. അവൻ ഹൈപ്പർ ആക്ടിവിറ്റി, അമിതമായി ഉത്സാഹമുള്ളവനാണെന്ന് കണ്ടുപിടിച്ചു. ടോണിയുടെ ഊർജത്തെ നിയന്ത്രിക്കാൻ പലതും അവർ ചെയ്തു, പക്ഷേ ഫലമുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം അവന്റെ ഏട്ടൻ അവനൊരു സ്കേറ്റിംഗ് ബോർഡ് കൊടുത്തു. അന്ന് അവൻ 8 വയസ്സായിരുന്നു. അവൻ ആ സ്കേറ്റിംഗ് ബോർഡിന്റെ മുകളിൽ മണിക്കൂറുകളോളം പരിശീലിച്ചു. അതോടെ അവന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. 12ാമത്തെ വയസ്സിൽ മത്സരങ്ങളിൽ അവൻ പങ്കെടുക്കാൻ തുടങ്ങി. 14ാമത്തെ വയസ്സിൽ അവനൊരു ജോലിയായി. പണം സമ്പാദിക്കാൻ തുടങ്ങി. 15ാമത്തെ വയസ്സിൽ അവന്റെ മാതാപിതാക്കളെക്കാളും അവൻ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. സ്കേറ്റ് ബോർഡിനുള്ളിലെ സമ്പാദ്യം കൊണ്ട് മാത്രം 17ാമത്തെ വയസ്സിൽ ഒരു വീട് വാങ്ങി. 1999 900 പൂർത്തിയാക്കുന്ന ലോകത്തെ
ആദ്യത്തെ സ്കേറ്ററായി വായുവിൽ നിന്ന് അഭ്യാസങ്ങൾ ചെയ്യുന്ന മത്സരമായിരുന്നു അത്. അതേ വർഷം അവന്റെ പേരിൽ ഒരു വീഡിയോ ഗെയിം ഇറങ്ങി, ടോണി ഹോക്സ് പ്രോ സ്കേറ്റർ. ഇന്ന് ടോണിക്ക് 50 വയസ്സായി. തന്റെ അഭിനിവേശത്തിൽ നിന്നാണ് അദ്ദേഹം പണമുണ്ടാക്കിയത്. അയാൾ തന്റെ ഉദ്യോഗമാക്കി. എന്നാൽ ടോണി സ്കേറ്റിംഗിൽ മാത്രമായിരുന്നില്ല മിടുക്കൻ. അയാൾ വീഡിയോ ഗെയിംസ്, ഡോക്യുമെന്ററി, ഒരു സ്കേറ്റ് ബോർഡ് ബ്രാൻഡ്, കായിക താരങ്ങൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ എന്നിവയുണ്ടാക്കി. ഇന്ന് അയാൾ ജോലിയിൽ നിന്ന് വിരമിച്ചു. സന്തോഷത്തിനു വേണ്ടി മാത്രം സ്കേറ്റിംഗ് ചെയ്യുന്നു. മറ്റു വ്യാപാരങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നു. സൗകര്യമുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഒരു ജീവിതം നയിക്കാനായി വരുമാനത്തെ ബുദ്ധിപൂർവ്വം ചിലവാക്കുന്നു. നിങ്ങളുടെ അഭിനിവേശം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പ്രാവീണ്യം നേടി അതിൽ നിന്ന് വരുമാനം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടോണിയുടെ ഉപദേശം കേൾക്കുക. പാഠം 1. ചെറുപ്പത്തിൽ തന്നെ മുതൽ മുടക്കാനും സമ്പാദിക്കാനും കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പിന്നീട് ഉപകരിക്കും. പാഠം 2. പണം എത്ര സമ്പാദിച്ചാലും അമിത വിശ്വാസം നല്ലതല്ല. പല രീതിയിലും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പാഠം 3. പണം മറ്റുള്ളവരെ സഹായിക്കാനും ഉപകരിക്കണം. പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന ചില ആശയങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾ ചെറുപ്പമാണെങ്കിലും ഇപ്പോൾ പണവുമായുള്ള ബന്ധമാണ് ജീവിതത്തെ നിങ്ങളെ തുടർന്ന് ബാധിക്കുക. ടോണി ഹോക്കിന്റെ ജീവിതം ഉദാഹരണമായി എടുത്ത് പണം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം. ചെറുപ്പത്തിൽ തന്നെ ചിലവ് മിതമായി സ്വീകരിക്കുക. ടോണിയെ പോലെ ഒരു വീട് സ്വന്തമാക്കണമെങ്കിൽ എല്ലാ ആഴ്ചയും കുറച്ച് പണം സൂക്ഷിച്ചു വെച്ച് തുടങ്ങുക. 1 വർഷം കഴിയുമ്പോൾ ബാങ്കിൽ നല്ലൊരു സംഖ്യ നിക്ഷേപമായി ഉണ്ടാകും. ഒരു യൂട്യൂബ് ചാനൽ, പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ബ്ലോഗ് തുടങ്ങുക. അതിന്റെ പരസ്യം ചെയ്യാൻ മുതിർന്ന ആരുടെയെങ്കിലും സഹായം തേടുക. ആദ്യമെല്ലാം മാസത്തിൽ കുറച്ച് ഡോളറുകൾ മാത്രമായിരിക്കും ലഭിക്കുക. എന്നാൽ കാണാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ വരുമാനം കൂടും. ക്രമേണ നിങ്ങൾക്ക് സ്പോൺസറെ കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളുമായി ചേർന്ന് ജോലി ചെയ്യാൻ അവസരമുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോടൊപ്പമോ കമ്പനിയോടൊപ്പമോ പ്രതിഫലം വാങ്ങാതെ ജോലി ചെയ്യാൻ തയ്യാറാകണം. പണം എങ്ങനെ സമ്പാദിക്കാമെന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു കാര്യം പറയുന്നത് വിരോധാഭാസമായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ പല വിദഗ്ധരും തുടക്കത്തിൽ പ്രതിഫലമില്ലാത്ത വിദ്യാർത്ഥികളായിട്ടാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അങ്ങനെ ജോലിയിൽ അനുഭവ സമ്പത്ത് നേടുകയും ഇഷ്ടമുള്ള മേഖലയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ജോലി ചെയ്യാനും അവസരമുണ്ടാകും. അറിവ് നേടി ജോലിയിൽ മിടുക്കനാകുമ്പോൾ പ്രതിഫലം ചോദിക്കാനുള്ള അവസരമുണ്ടാകും. നാണയങ്ങൾ കൂട്ടിമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. ധനികൻ പറഞ്ഞതുപോലെ കഴിവിനെ ഉദ്യോഗമാക്കിയാൽ വരുമാനമുണ്ടാകും. എന്നാൽ ഇഷ്ടമുള്ളത് കണ്ടുപിടിച്ച് അതിൽ നൈപുണ്യം നേടി അതിൽ നിന്നും വരുമാനം ലഭിക്കാൻ തുടങ്ങിയാൽ ജീവിതം സുഖകരമായെന്നും ജീവിത ലക്ഷ്യത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്താമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതെല്ലാം ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.